നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്വത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിൻ, കീബോർഡ്, ഗിറ്റാറ്, വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാട്ട് രാഗം എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. നമുക്കൊക്കെ പരിചിതമായ ഗാനമാണ്. പി സുശീല എന്ന അതുല്യ കലാകാരി നമുക്ക് പാടിത്തന്ന പാട്ടാണ്. ഈ ഗാനത്തിൻ്റെ രചന വയലാർ രാമവർമ്മ, ഇതിൻ്റെ സംഗീതം സലിൻ ചൗധരിയാണ്. ഇന്നിപ്പോൾ ഈ സത്യം പറഞ്ഞാൽ പാട്ടൊന്നും ചെയ്യാനുള്ളൊരു മൂഡില്ല എനിക്ക്. കാരണം എൻ്റെ വൈഫിന് പെട്ടെന്ന് സുഖമില്ലാതായി. അങ്ങനെ പുഷ്പരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവിടെ ഇപ്പോൾ അടിയന്തരമായിട്ട് ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. മനസ്സൊക്കെ തികച്ചും അല്ലാത്ത ഒരു സംഘർഷഭരിതമായ ഒരവസ്ഥയിലാണ് മനസ്സ് പോകുന്നത്. എനിക്കിങ്ങനെയുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടല്ല. ഒരു 37 വയസ്സിന് ശേഷം ജീവിതം മുഴുവൻ സംഘർഷഭരിതമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിത പടകിലേക്ക്, അല്ലെ ഈ ജീവിതയാത്രയിൽ ഞാൻ യാത്ര ചെയ്യുന്ന, അല്ലെ എൻ്റെ കുടുംബം യാത്ര ചെയ്യുന്ന ഈ പടകിലേക്ക് പലപ്പോഴും കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞടിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്നെ കൂടുതൽ ശക്തനാക്കി തീർക്കുന്നത് എൻ്റെ ഈശ്വര വിശ്വാസമാണ്. ദൈവത്തെങ്കിലുള്ള എൻ്റെ പ്രത്യാശയും വിശ്വാസവുമാണ് എന്നെ ശക്തനാക്കി തീർക്കുന്നത്. ഇപ്പോൾ മറ്റേ ഈ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ വൈഫ് എപ്പോഴും അടുത്ത് വന്ന് ഇരിക്കും, ഞാൻ പാട്ടൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട്. ഇപ്പോൾ ഈ മ്യൂസിക് റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പം എന്തായാലും ഈ പാട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ആദ്യം നമ്മുടെ ഈ പാട്ടിൽ ഒരു ഹമ്മിങ് ആണ് ആദ്യം തുടങ്ങുന്നത്. 4 കെട്ട് ശ്രുതിയിലാണ് പാട്ട് പോകുന്നത്. അപ്പം ആ ഹമ്മിങ്ങിൻ്റെ സ്വരങ്ങൾ ഒരു വിരലും കൊണ്ട് കാണിക്കാം. വലിയ ഗ, മ ഗരി ഗരി സസ. അപ്പോൾ എൻ്റെ ഹമ്മിങ് വരുന്നത് അത് കഴിഞ്ഞിട്ട് സാരി ഗരി സനി സ സരി. എന്നോട് വായിക്കാം. സാരി ഗരി സനി സ സരി. സാരി ഗരി സ. ശരി, നീ സ സ സ സരി. 1 2 3 1 2 3 4 1 2 3 1 2 3. അങ്ങനെയാണ് താളം പോകുന്നത്. 7 8 ആണ് താളം. സാരി ഗരി സ സാരി ഗരി സനി സ സ സരി. ഓ മന തിങ്കൾ
തിങ്കൾ പക്ഷി നിങ്ങൾ പാടുമ്പോൾ ഈ നോട്ട് വായിച്ചാൽ മതി, അതുപോലെ വരും. ഓമന തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി. നോക്കാം. പാപ്പ പാപ്പ മപദ നിതപ ചരണി പാപ്പ മപദ നിതപ നീലതാ സോറി നീലതാമര കുളത്തിലെ മാമഗരി സസ മാമഗരി സസ. അത് മൊത്തമായിട്ട് വായിക്കാം. നീലതാമര കുളത്തിലെ, ഇപ്പൊ രണ്ടും കൂടി ചേർത്ത് വായിക്കാം. ഓമന തിങ്കൾ പക്ഷി നീലതാമര കുളത്തിലെ തിങ്കൾ പക്ഷി. സാരി ഗരി സാരി ഗരി അങ്ങനെ അവിടെ വരുന്നുണ്ട്. മസരി മസരി ചേർത്ത് വായിക്കും. തിങ്കൾ പക്ഷി മസരി തിങ്കൾ പക്ഷി സാരി ഗരി മസരി മസരി. ഓക്കെ. പെറ്റൊരു പാതിര മുത്തിനു പേരെന്ത്? പാപ്പ പാപ്പ പാമഗ മാ പാപ്പ പാമഗ പാപ്പ പെട്ടൊരു പാതി പാപ്പ പാമഗ മഗരി. അവിടെ ചെറിയ കായ മഗരി ഗരി സസ. ഇപ്പൊ മൊത്തമായിട്ട് നമ്മൾ വായിക്കുമ്പം ഇത്രയാണ് പല്ലവിയിൽ വരുന്നത്. നമുക്കിത് മൊത്തമായിട്ട് പാടി നോക്കാം. അപ്പൊ ആദ്യം ഹമ്മിങ്. ഓമന തിങ്കൾ പക്ഷി നീലതാമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിര മുത്തിനു പേരെന്ത്? ഓമന തിങ്കൾ പക്ഷി നീലതാമര കുളത്തിലെ തിങ്കൾ പക്ഷി പെട്ടൊരു പാതിര മുത്തിനു
വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ഗാനമാണ്. നിങ്ങളിത് നന്നായി പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, പാടുക. ജീവിതത്തിൽ എപ്പോഴും, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ എപ്പോൾ വേണമെങ്കിലും ആഞ്ഞടിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖമായിക്കൊള്ളട്ടെ, ഒരു സന്തോഷമായിക്കൊള്ളട്ടെ വരുമ്പോൾ ഈശ്വരനോടൊപ്പം തന്നെയും ദൈവത്തോടൊപ്പം തന്നെ സംഗീതവും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ പാട്ടോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവിടെയാണ് അന്നേരം അതിൻ്റെ ആ ഒരു പ്രയോജനം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിൽ ആ സമയം നിറഞ്ഞു നിൽക്കുന്ന വികാരം സന്തോഷമായാലും സന്താപമായാലും അത് സംഗീതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് തരിക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ.